How, how many flowers? 100 flowers in each basket. ഓരോ ബാസ്ക്കറ്റിലും 100 ഫ്ലവേഴ്സ് വീതമാണ് ഉള്ളത്. How many flowers of each kind? ഓരോ തരത്തിലുള്ള എത്ര ഫ്ലവേഴ്സ് വീതമാണ് ഉള്ളത്? Write the numbers. നമ്പേഴ്സ് എഴുതണം. മനസ്സിലായോ? ഫസ്റ്റ് വൺ. എത്ര ബാസ്ക്കറ്റാണ് ഇവിടെയുള്ളത്? 1 2 3 4 ബാസ്ക്കറ്റ് ഉണ്ട്. ഒരു ബാസ്ക്കറ്റിലെ എത്ര ഫ്ലവേഴ്സാണ് ഉള്ളത്? 100. അപ്പോൾ 4 ബാസ്ക്കറ്റിൽ എത്ര ഫ്ലവേഴ്സ് ആയിരിക്കും? 400. 100 100 100 100 400. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. ഇവിടെ എത്ര ബാസ്ക്കറ്റ് ഉണ്ട്? 1 2 2 ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ 100 100 എത്ര 100 ആണ്? 200. 1 2 100ഉം 100ഉം 200. ഇനി ഇവിടെ എത്ര ബാസ്ക്കറ്റ് ആണുള്ളത്? 1 2 3 4 5 500. 500. നെക്സ്റ്റ് വൺ. ഇവിടെ എത്ര ബാസ്ക്കറ്റ് ഉണ്ട്? 1 2 3 ബാസ്ക്കറ്റ്സ്. 300. ഓരോന്നിലും 100 ആണ്. 100 100 100 300. നെക്സ്റ്റ് വൺ. ഇവിടെ എത്ര ബാസ്ക്കറ്റ് ആണുള്ളത്? 1. ഓൺലി 1 ഒരു ബാസ്ക്കറ്റ് ഉള്ളത്. 100. നെക്സ്റ്റ് വൺ. 1. ഇവിടെ എത്ര ബാസ്ക്കറ്റ് ഉണ്ട്? 1 2 3 4 5 6 600. ഒരു ബാസ്ക്കറ്റിൽ 100 100 രണ്ടെണ്ണാവുമ്പോൾ 200 മൂന്നെണ്ണാവുമ്പോൾ 300 400 500 600 600. കുട്ടികൾക്ക് മനസ്സിലായല്ലോ? റൈറ്റ് ഇൻ ഓർഡർ. ഓർഡറിൽ എഴുതണം. 100 200 300. നെക്സ്റ്റ് ഏതായിരിക്കും? 400 500 600 700 800 900. മനസ്സിലായോ? സേ ഹൗ മെനി. എത്ര എണ്ണാന്ന് പറയണം. ലിസൺ ടു വാട്ട് ദ ആൻഡ് ബട്ടർഫ്ലൈ ആൻഡ് ദ പാരറ്റ് ആർ സെയിങ്. ആൻഡും ബട്ടർഫ്ലൈയും പാരറ്റും എന്താ പറയണേന്ന് കേൾക്കാം. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ ബോക്സസ്. ബോക്സസിലെ നമ്പേഴ്സ് എഴുതണം. ആൻഡ് എന്താണ് പറയുന്നത്? വി ആർ 4 ഗ്രൂപ്പ്സ് ഓഫ് 100 ഈച്ച്. ഞങ്ങൾ 4 ഗ്രൂപ്പ്സ് ഉണ്ട്. ഒരു ഗ്രൂപ്പിൽ എത്ര ആളാണുള്ളത്? 100. 100 വീതം 4 ഗ്രൂപ്പ്സ് ഉണ്ട്. 400. മനസ്സിലായോ? ഇനി ബട്ടർഫ്ലൈ എന്താണ് പറയുന്നത്? വി ആർ 3 ഗ്രൂപ്പ്സ് ഓഫ് 100 ഈച്ച്. 3 ഗ്രൂപ്പ്സ് ഉണ്ട് 100 വെച്ച്. അപ്പോൾ 100 100 100 300. ഇനി പാരറ്റ്. വി ആർ 2 ഗ്രൂപ്പ്സ് ഓഫ് 100 ഈച്ച്. പാരറ്റ് എന്താണ് പറയുന്നത്? അവർ 2 ഗ്രൂപ്പ്സ് ഉണ്ട് 100 വെച്ച്. 100 വീതം. അപ്പോൾ 100 100 200. 200 അപ്പോൾ 200. മനസ്സിലായോ? ലെറ്റ്സ് മേക്ക് എ ഗാർലൻഡ്. മാല ഉണ്ടാക്കാം. ഹൗ എബൌട്ട് മേക്കിംഗ് എ ഗാർലൻഡ് ഫസ്റ്റ്. എങ്ങനെയാണ് ഒരു മാല ഉണ്ടാക്കാം? ലെറ്റ്സ് സ്ട്രിങ് 10 ഫ്ലവേഴ്സ് ഓഫ് ഈച്ച് കൈൻഡ്. ഓൾ എഗ്രീഡ്. എന്താണ്? ഓരോ തരത്തിലുള്ള 10 ഫ്ലവേഴ്സ് വെച്ച് കോർത്തിട്ട് മാല ഉണ്ടാക്കാം. ഫസ്റ്റ് 10 ഫ്ലവേഴ്സാണ് ഒരെണ്ണത്തിൽ കോർത്തിട്ടുള്ളത്. 10 വീണ്ടും 10 20
വീണ്ടും 10. അപ്പോൾ 30. നെക്സ്റ്റ് ഏതായിരിക്കും? 40, 50. നെക്സ്റ്റ് വൺ 60, 70, 80, 90, 100. വീണ്ടും 10. 110, 120, 130, 140, 150, 160, 170, 180, 190 and 200. കുട്ടികൾക്ക് മനസ്സിലായല്ലോ? 10 വീതം ഓരോ കെട്ടിലും കോർത്ത് 10 വീതമാണ് കോർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 10, വീണ്ടും 10, വീണ്ടും 10, അങ്ങനെ 200 വരെ. See the garland. How many flowers are used? How can we find out? Write the numbers inside each ring in order. Total number of flowers. ഓരോ റിങ്ങിലും നമ്പേഴ്സ് എഴുതണം. ടോട്ടൽ നമ്പറും കണ്ടുപിടിക്കണം. ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ആണുള്ളത്? 200. ഓരോ റിങ്ങിലും 10 ഫ്ലവേഴ്സ് വീതം 200 ഫ്ലവേഴ്സ് ആണ് ഉള്ളത്. 200. Let's make a പൂക്കളം. The table shows the flowers Minnu and her friends collect for making a പൂക്കളം. മിന്നും ഫ്രണ്ട്സും പൂക്കളം ഉണ്ടാക്കാൻ പൂവ് കളക്ട് ചെയ്തു. ഫൈൻഡ് ഔട്ട് ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദം. അതിന് നമ്പേഴ്സ് കണ്ടുപിടിച്ച് എഴുതണം. ഒരു ബാസ്ക്കറ്റിൽ 100, ഒരു റിങ്ങിലെ 10. 100ഉം 10ഉം ചേർന്നാൽ 110. മനസ്സിലായോ? 100 + 10, 110. നെക്സ്റ്റ് 100. ഒരു ബാസ്ക്കറ്റിൽ എത്രയാണ്? 100. ഓരോ റിങ്ങിലും 10, 10, 20. 10ഉം 10ഉം 20, രണ്ട് 10 ചേർന്നാൽ 20. 100, 20 = 120. 120. ബാസ്ക്കറ്റിലെ 100. എത്ര റിംഗ് ഉണ്ട്? 1, 2, 3, 4. 4. 40. 100ഉം 40ഉം 140. ഓരോ ഗ്രൂപ്പിലും 10 വീതമാണ്. അപ്പോൾ ഇവിടെ 4 ഗ്രൂപ്പാണ്. അപ്പോൾ 40, 100ഉം 40ഉം ചേർന്നാൽ 140. ബാസ്ക്കറ്റിലെ 100. എത്ര ഗ്രൂപ്പുണ്ട്? 1, 2, 3. 30. 130. 100 + 30, 130. ബാസ്ക്കറ്റിലെ 100. ഇവിടെ എത്ര ഗ്രൂപ്പുണ്ട്? 1, 2, 3, 4, 5. 50. 100ഉം 50ഉം ചേർന്നാൽ 150. കുട്ടികൾക്ക് മനസ്സിലായല്ലോ? Let's make a garland. Collect some flowers and bring them to the class. Sort them according to their colors. Group them into tens. കുട്ടികൾ തന്നെ ചെയ്യുമല്ലോ. Number 3. Write the missing numbers in the number tree. Number treeയിലെ missing numbers എഴുതണം. 150 -170. ഇവിടെ ഏതായിരിക്കും? 160, 150, 160, 170, 180. 150 എന്ന് ഉദ്ദേശിച്ചാൽ 150, 160, 170. അടുത്തത് 180, 190, 200. കുട്ടികൾക്ക് മനസ്സിലായോ? 10 വീതം ആഡ് ചെയ്തിരിക്കുകയാണ്. 50, 60. അടുത്തത് ഏതായിരിക്കും?
70, 80, അടുത്തത് 90 ആൻഡ് 100. ഓരോന്നിലും 10 വീതം ആഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് നമ്പർ വൈൻ. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ ഓൺ ദ ലീവ്സ്. ലീവ്സിലെ നമ്പർ ഓർഡറിൽ എഴുതണം. 100, 110, 120. അടുത്തത് ഏതായിരിക്കും? 130, 140, 150, 160, 170 and 180. Next, how many mangoes? Chinnu's friends brought some mangoes. ചിന്നുവിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് മാംഗോസ് കൊണ്ടു. Write the numbers of mangoes in the boxes. മാംഗോസിൻ്റെ എണ്ണം ബോക്സസിൽ എഴുതണം. ബാസ്ക്കറ്റിലെ 100, ഒറ്റയ്ക്ക് 1. 100ഉം 1ഉം ചേർന്നാൽ 101. 100ൻ്റെ കൂടെ 100 + 1, 101. 100. ഇവിടെ എത്ര മാംഗോസ് ആണുള്ളത്? 1, 2, 3, 4, 5. 5. 100ഉം 5ഉം 105. 100ഉം 5ഉം ചേർന്നാൽ 105. 100 ബാസ്ക്കറ്റിൽ 100. 1, 2, 3, 4, 5, 6, 7, 8, 9. 9. 100ഉം 9ഉം ചേർന്നപ്പോൾ 109. കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് 100. 1, 2, 3, 4, 5, 6, 7, 8. 8. 100ഉം 8 മാംഗോസും ചേർന്നപ്പോൾ 108. നെക്സ്റ്റ് 100. 1, 2, 3, 4. ഇവിടെ 4. 100ഉം 4ഉം ചേർന്നപ്പോൾ 104. 100ൻ്റെ കൂടി 1 ചേർന്നപ്പോൾ 101. 100ൻ്റെ കൂടി 5 ചേർന്നപ്പോൾ 105. 100ൻ്റെ കൂടി 9 ചേർന്നപ്പോൾ 109. 100ൻ്റെ കൂടെ 8 ചേർന്നപ്പോൾ 100 + 8, 108. 100ൻ്റെ കൂടി 4 ചേർന്നപ്പോൾ 104. Next, number first one. Some numbers are missing in the number first one shown below. Write these numbers. Missing numbers എഴുതണം. 100, 1, 101. 100, 2, 102. 100, 3, 103. 100. Next, 3 കഴിഞ്ഞാൽ 4. 100, 4, 104. 100, 5, 105. 100, 6, 106. 100, 7, 107. 100, 8, 108. 100, 9, 109. 100, 10, 110. കുട്ടികൾക്ക് മനസ്സിലായല്ലോ. പൂക്കളം for friends also. When Minnu's friends saw her പൂക്കളം, they also wanted to make one. മിന്നുവിൻ്റെ ഫ്രണ്ട്സ് പൂക്കളം കണ്ടപ്പോൾ അവർക്കും ഒരു പൂക്കളം വേണം, ഉണ്ടാക്കണം. ലുക്ക് അറ്റ് ദ ഫ്ലവേഴ്സ് ദേ കളക്റ്റഡ്. അവർ കളക്ട് ചെയ്ത ഫ്ലവേഴ്സ് നോക്കാം. ഫൈൻഡ് ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദം. നമ്പേഴ്സ് കണ്ടുപിടിച്ച് എഴുതാൻ. മങ്കി. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ഒരു ബാസ്ക്കറ്റിലെ 100 ആണ്. അപ്പോൾ 100, 1. എത്ര ടെൻസ് ആണ്?
1 ടെൻസ്. ഈ ഗ്രൂപ്പിൽ 10 ആണ് ഉള്ളത്. 1 ടെൻസ്. എത്ര വൺസ് ഉണ്ട്? 1 2. മങ്കി എത്ര പൂക്കളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 100, 110 and 2 ones. 1 2 2 ones. 112. കുട്ടികൾക്ക് മനസ്സിലായോ? മങ്കി കൊണ്ടുവന്നത് 112. Deer 100 1. എത്ര ടെൻസ്? 2 ടെൻസ്. 10ന്റെ 2 ഗ്രൂപ്പ്സ് 20. വൺസ് കൊണ്ടുവന്നിട്ടില്ല. 100 1 2 ടെൻസ് 2. വൺസിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പോൾ 0. 100 2 ടെൻസ്, അപ്പോൾ ഇവിടെ 2. വൺസിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പോൾ 0 ചേർക്കണം. 120. കുട്ടികൾക്ക് മനസ്സിലായല്ലോ. ഡീർ എത്രയാണ് കൊണ്ടുവന്നത്? 120. പാരറ്റ് എത്ര 100 ഉണ്ട്? 100. ടെൻസ് ഇല്ല, അപ്പോൾ അവിടെ 0 ചേർക്കണം. എത്ര വൺസ് ഉണ്ട്? 1 2 3 4 5 6 7 8. 8 ones. 108. പാരറ്റ് എത്രയാണ് കൊണ്ടുവന്നത്? 108. എലിഫന്റ് 100ന്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പോൾ അവിടെ 0. എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5 6. 6. വൺസിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പോൾ അവിടെ 0. 60. എലിഫൻ്റ് എത്രയാണ് കൊണ്ടുവന്നത്? 60. ഒന്നുകൂടി പറഞ്ഞു തരാം. 100ന്റെ പ്ലേസിൽ 1, അപ്പോൾ ഇവിടെ 1. ടെൻസിൻ്റെ പ്ലേസിൽ 1, അപ്പോൾ 1. വൺസ് 2 ones. 1 1 2 ones. 112. ഡീർ കൊണ്ടുവന്നത് 100, അപ്പോൾ 1. ടെൻസ് 2 1 2 2 2 ടെൻസ്. വൺസിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പോൾ 0. 120. ഡീർ കൊണ്ടുവന്നത് 120. പാരറ്റ് 100ന്റെ പ്ലേസിൽ 1, അപ്പോൾ ഇവിടെ 1. ടെൻസിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പോൾ 0. വൺസ് 8. 8 വൺസ്, അപ്പോൾ 8. 108. പാരറ്റ് കൊണ്ടുവന്നത് 108. ഇനി എലിഫൻ്റ് 100ൻ്റെ ഒന്നുമില്ല, 0. ടെൻസിൽ 1 2 3 4 5 6. 6 ടെൻസ്, അപ്പോൾ ഇവിടെ 6. വൺസിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പോൾ 0. 60. എലിഫൻ്റ് കൊണ്ടുവന്നത് 60. ഹൂ കളക്റ്റഡ് ദ മോസ്റ്റ്? ആരാണ് കൂടുതൽ കൊണ്ടുവന്നത്? ഡീർ 120. ഡീറാണ് കൂടുതൽ കൊണ്ടുവന്നത്. നെക്സ്റ്റ്, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ് ഉണ്ടാക്കണം. പിക്ക് 1 കാർഡ് ഫ്രം ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ കാർഡ് എടുത്തിട്ട് പുട്ട് ദം ടുഗദർ, അത് ഒന്നിച്ചാക്കി ടു മേക്ക് എ നമ്പർ, അത് ഒന്നിച്ചാക്കിയിട്ട് നമ്പർ ഉണ്ടാക്കണം. സീ ദ കാർഡ്സ് രാജേഷ് പിക്ഡ്. രാജേഷ് എടുത്ത കാർഡുകൾ നോക്കാം. 100ൻ്റെ ഒരു കാർഡ് എടുത്തു. ഇതിൽ നിന്ന് 30യുടെ ഒരു കാർഡ് എടുത്തു. ഇതിൽ നിന്ന് 3യുടെ ഒരു കാർഡ് എടുത്തു. അതായത് 100 + 30 + 3, അതായത് 133. കുട്ടികൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, 100ൻ്റെ ഒരു കാർഡ് എടുത്തു. ഇതിൽ നിന്ന് 40യുടെ ഒരു കാർഡ് എടുത്തു.
ഇതിൽ നിന്ന് 7ൻ്റെ ഒരു കാർഡ് എടുത്തു. അതായത് 100 പ്ലസ് 40 പ്ലസ് 7, 147. 100 പ്ലസ് 40, 140 പ്ലസ് 7, 47, 147. Now you can pick cards and write the numbers. കാർഡ് എടുത്തിട്ട് നിങ്ങളും ഇതുപോലെ നമ്പേഴ്സ് ഉണ്ടാക്കണം. നമുക്ക് 100ൻ്റെ ഒരു കാർഡ് എടുത്തു. ഇനി ഇതിൽ നിന്ന് 50യുടെ ഒരു കാർഡ് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കാർഡ് എടുക്കാം. അപ്പോൾ ഇവിടെ 50യുടെ ഒരു കാർഡ് എടുത്തു. ഇതിൽ നിന്ന് 6ൻ്റെ കാർഡും എടുത്തു. ഇനി 100 പ്ലസ് 50 പ്ലസ് 6, 156. 150, 100 plus 50, 150 plus 6, 156. നെക്സ്റ്റ് 100ൻ്റെ കാർഡ് എടുത്തു. ഇതിൽ നിന്ന് 20യുടെ കാർഡ് എടുത്തു. ഇതിൽ നിന്ന് 8ൻ്റെ കാർഡ് എടുത്തു. ഇപ്പോൾ 100 പ്ലസ് 20 പ്ലസ് 8, 128. കുട്ടികൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ 100ൻ്റെ ഒരു കാർഡ് എടുത്തു. ഇതിൽ നിന്ന് 60യുടെ കാർഡ് എടുത്തു. ഇതിൽ നിന്ന് 2ൻ്റെ കാർഡും എടുത്തു. 100 പ്ലസ് 60 പ്ലസ് 2, 162. 100 പ്ലസ് 60 പ്ലസ് 2, 162. നെക്സ്റ്റ് വൺ 100ൻ്റെ ഒരു കാർഡ് എടുത്തു. 10ൻ്റെ ഒരു കാർഡ് എടുത്തു. ഇതിൽ നിന്ന് 4ൻ്റെ കാർഡ് എടുത്തു. ഇപ്പോൾ 100 പ്ലസ് 10 പ്ലസ് 4, 100 പ്ലസ് 10, 110 പ്ലസ് 4, 114. കുട്ടികൾക്ക് മനസ്സിലായല്ലോ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ യു ഗോട്ട്? ഏത് നമ്പറാണ് നിങ്ങൾക്ക് കിട്ടിയതിൽ വലുത്? ഏതാണ്? 162. 100 plus 60 plus 2, 162. Which is the largest number that can be made like this? ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 100ൽ നിന്ന് ഒരു കാർഡ് എടുത്തു. ഇനി ഇതിലെ ഏറ്റവും വലിയ സംഖ്യ വേണം എടുക്കാൻ. കാരണം ഏറ്റവും വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 90. അപ്പോൾ 100 പ്ലസ് 90 പ്ലസ് ഇതിലെയും ഏറ്റവും വലിയ സംഖ്യ 9. 100 പ്ലസ് 90 പ്ലസ് 9, 199. കുട്ടികൾക്ക് മനസ്സിലായോ? വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് വലിയ നമ്പേഴ്സ് എടുത്തത്. ആൻഡ് ദ ലീസ്റ്റ്, ഏറ്റവും ചെറുത് ഏതാണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 100 എടുത്തു പ്ലസ് ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 10. 100 പ്ലസ് 10 പ്ലസ് ഇതിലെയും ഏറ്റവും ചെറിയ സംഖ്യ 1. 100 പ്ലസ് 10 പ്ലസ് 1 എത്രയാണ്? 111. ഏറ്റവും ചെറിയ സംഖ്യ, ഇതിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 111. കുട്ടികൾക്ക് മനസ്സിലായല്ലോ.